നമ്മുടെ ലോകത്തെ പോലെ തന്നെ വേറൊരു ലോകം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഉള്ളതാണോ? എന്തെങ്ങനെ ആയിക്കൂടെ? ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ എന്താണ് ശിവാനി ഇത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു? അങ്ങനെ ഒരു ലോകം ഉള്ളതായിട്ട് നിനക്കറിയോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞത് ഓർമ്മ വന്നു? ആദിശേഷ, നമ്മൾ രണ്ടുപേരും വേറെ ലോകത്തുള്ളവരാ. നമ്മുടെ ഇത് നാഗലോകമാണ്. നിനക്കതിനെക്കുറിച്ച് ഓർമ്മയില്ല, പറയാൻ എനിക്ക് പറ്റുകയുമില്ല. നിന്നോട് നാഗലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ നീ ശിവാനിയുടെ പുറകെ പോകും. നിനക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല. നിന്നോട് സത്യങ്ങളൊന്നും ഞാൻ തുറന്നു പറയില്ല. ഞാനെന്തെങ്കിലും ചോദിക്കാൻ പാടില്ലാത്ത പോലും ചോദിച്ചോ? അത് സംസാരിക്കില്ലെന്ന് ഡിസൈഡ് ചെയ്ത് കിടക്കാണോ? അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നതൊന്ന്, സംഭവിക്കുന്നതൊന്ന്. നമ്മൾ എന്തുകൊണ്ട് വേറെ ലോകത്തുള്ളവരായിക്കൂടാ? അതെയോ? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്കിതുപോലെ ഫീലിങ്സ് ഉണ്ടായിരിക്കോ? നമ്മള് അന്ന് മുതലേ പ്രണയിക്കുന്നുണ്ടോ? ഞാൻ നിന്നെ പ്രണയിക്കുകയായിരുന്നു, എന്നാൽ നീയോ ആ ശിവാനിയെ പ്രണയിക്കുകയായിരുന്നു. ശിവാനി, ഈ പ്രണയം ഒരുമാതിരി വിചിത്രമാണല്ലേ. എപ്പോൾ ആരോട് വേണമെങ്കിലും അത് തോന്നാം, ആരെ വേണമെങ്കിലും അത് ഒന്നാക്കി മാറ്റും. നീ എന്നെ പ്രണയിക്കുന്നതേ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നോക്കി, നീ നിന്റെ മനസ്സ് മാറ്റി എന്റെ കൂടെ ഓടി വന്നില്ലേ? അല്ല, നീ തന്നെ എന്നെ വിളിച്ചോണ്ട് ഓടി വന്നില്ലേ? ആദിശേഷ, നിന്റെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതിൽ കൂടുതൽ സന്തോഷവാനായി ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. നിന്നെ ഞാൻ എന്റെ പ്രണയ വലയത്തിൽ മുറുകെ പിടിച്ചോളാം. നിനക്ക് വിഷമാവട്ടെ, സന്തോഷായിക്കോട്ടെ, അതൊക്കെ വന്ന് തുറന്നു പറയുന്നത് ഈ എന്റെ അടുത്ത് തന്നെയല്ലേ. നിനക്ക് എല്ലാ സമയത്തും ഓർമ്മ വരുന്നത് ആ ത്രിവിക്രമനെ അല്ല, എന്നെ. നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്നെ ബലാത്കാരമായിട്ട് കെട്ടാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. എന്റെ അവസാനത്തെ ശ്വാസം വരെ നിന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. തൃശൂർ, നീ ഇവിടെ ഇല്ലെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, അറിയോ? നീ ഇവിടെ എവിടെയൊന്നും എന്നെ കളിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ ഇപ്പൊ വരുമോ, എപ്പോഴാ എത്തുന്നൊക്കെ എന്റെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നേരത്തെ ദിഗ്വിജയനങ്കിൾ നന്ദീശനങ്കിളിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴാണ് നീ ഞങ്ങളോടൊക്കെ പറയാതെ ശരിക്കും എങ്ങോട്ടാ പോയതാണെന്ന് എനിക്ക് മനസ്സിലായത്. തൃശൂൽ, എന്റെ മനസ്സിൽ നീ ഇല്ല എന്നുള്ളത് എനിക്ക് വിഷമം ഉണ്ടാക്കിയെങ്കിലും ഞാൻ അതിനെത്ര കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തൃശൂൽ, നീ എന്നെ വെറുതെ കളിപ്പിക്കാണെന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. എന്താ ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത്? തൃശൂൽ, എവിടെയാ നീ? എന്തിനാ വീട് വിട്ടു പോയത്? ഞാൻ ദേഷ്യപ്പെട്ടോണ്ടാണോ? ഞാൻ നിന്റെ കവളത്തടിച്ചു എന്നുള്ള സങ്കടം കൊണ്ടാണോ? ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ നീ ചെയ്തതും തെറ്റല്ലേ? ഞാൻ ത്രിവിക്രമനെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും നീ എന്റെ പുറകെ നടന്നത് തെറ്റല്ലേ? പക്ഷെ നീ വീട് വിട്ട് പോവാൻ പാടില്ലായിരുന്നു. അതിന് ഞാൻ തന്നെയാണോ കാരണം? അതോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൃശൂൽ, ഞാനും ഇതുപോലെ എവിടെയെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാ നീ ഇങ്ങനെ തന്നെ അന്നും വിഷമിക്കണം. നിന്റെ കണ്ണ് എന്നെ തേടി നടക്കണം, നിന്റെ മനസ്സ് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. നിന്നെ എങ്ങാനും കാണാതായ ഞാൻ ഒരു കാരണവശാലും കരയില്ല, മറിച്ച് സന്തോഷിക്കേ ഉള്ളൂ. എത്രയും വേഗം ഒന്ന് പോവാൻ നോക്ക്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ നീ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നത്. അതെന്താ അങ്ങനെ? നിന്നെ കണ്ട എനിക്ക് ദേഷ്യ വരാറ്. നിന്റെ മുന്നിലെങ്ങ പെട്ടുപോയാ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്നാ തോന്നാറ്. പക്ഷെ ഇപ്പൊ നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, മുഖത്തടിച്ചിട്ടുണ്ട്. എന്നാലും നിന്നെ കാണുമ്പോ എനിക്ക് പാവം തോന്നും.
നിന്നെ ഇപ്പൊ ഞാൻ വല്ലാതെ മിസ് ചെയ്യാ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ തൃശൂൽ. നീ എപ്പോഴും എന്റെ നല്ലൊരു സുഹൃത്തായിരിക്കും. എനിക്ക് നിന്റെ സംസാരം കേൾക്കണമെന്ന് തോന്നുന്നു. നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുക തൃശൂൽ. എവിടെയാണെങ്കിലും ഒന്ന് പെട്ടെന്ന് വാ. എനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിലും തിരിച്ചു വാ തൃശൂൽ. പെട്ടെന്ന് വാ തൃശൂൽ. അവരെല്ലാരും നിന്നെ കാണാതെ വല്ലാതെ വിഷമിച്ചിരിക്കുക. ശിവാനി, തൃശൂൽ, എന്താ പറ്റിയേ? എന്താ പെട്ടെന്ന് എണീറ്റ് ഇങ്ങോട്ട് വന്നേ? അത് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നോ? എന്ത് സ്വപ്നം? നീ എന്നെ ഉറക്കെ വിളിച്ചു കൂവുന്നത് പോലെ കണ്ടത്. കടലിന്റെ അപ്പുറത്ത് നിന്ന് ശബ്ദം വരുന്നത് പോലെ. ഞാൻ നിന്റെ അടുത്തന്നെ കിടക്കുന്നുണ്ടായിരുന്നില്ലേ? പിന്നെന്താ നീ അങ്ങനെ ഒരു സ്വപ്നം കാണാൻ? എനിക്കും അത് തന്നെ മനസ്സിലാവാതെ. ഇപ്പൊ നീ എന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ എന്റെ കൂടെ നീ ഇല്ലെന്നുള്ള തോന്നൽ വന്നോണ്ടിരിക്കുക. ആദ്യമൊക്കെ നീ എത്ര ദൂരത്തായിരുന്നെങ്കിലും നീ എന്റെ അടുത്തുണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ നീ എന്റെ അടുത്തുണ്ടായിട്ടും ഇപ്പൊ എനിക്ക് മിസ് ചെയ്യുന്ന പോലെയാ. എന്തോ പോലെ ഉണ്ടല്ലേ. എനിക്ക് ഇങ്ങനെയൊന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. നീ കടലിന്റെ അപ്പുറത്ത് അവിടെ എവിടെയോ അങ്ങ് ദൂരെയാണെന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ശിവാനി, ആദ്യമൊക്കെ നീ എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു. നീ എന്റെ അടുത്തുണ്ടായാൽ മതിയെന്ന് തോന്നും. നീ എന്റെ പ്രണയം ഒന്ന് സമ്മതിച്ചാൽ മതിയെന്ന് തോന്നും. എന്തോ ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നിക്കൊണ്ടിരിക്കുക. എന്റെ ഉൾമനസ്സിപ്പോ ശിവാനി ശിവാനി എന്ന് തന്നെ പറയാ. അതെന്താ? അത് തൃശൂൽ, ഇത് പുതിയ സ്ഥലമല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നാളെ മുതൽ നീ ഓക്കെ ആയിക്കോളും. എല്ലാം ശരിയാവുന്നേ. എന്നെ ഓർത്ത് കടലിന്റെ അപ്പുറത്ത് നിന്ന് വിളിച്ച പോലെ തോന്നിയ. ആര് വിളിക്കാനാ നിന്നെ? ഞാൻ ഇവിടെയല്ലേ ഉള്ളത്. വീട്ടിലുള്ള ആരെങ്കിലും ചിലപ്പോ ചിന്തിച്ചു കാണും. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നു. അല്ല ശിവാനി. തൃശൂർ, സുഖമായിട്ട് പോയി കിടന്നൊന്ന് ഉറങ്ങിയ എല്ലാം ശരിയാവും. വാ വാ തൃശൂർ. കിടന്നോ. ആരാ? ആരാത്? ആരാത്? ആരാണെന്ന് പറയുന്നതാ നല്ലത്. വെറുതെ കളിക്കല്ലേ. ഏയ്, നിൽക്കവിടെ. ആരാത്? ആരാ? ആരാത്? എന്റെ മുന്നിലേക്ക് വാ.
വെറുതെ എന്നോട് ഇങ്ങനെ കളിക്കാൻ നിൽക്കണ്ട. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ആരാണെന്ന് തൃശൂൽ, എന്തിനാ ഇങ്ങനെയൊക്കെ? വിട്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് തൃശൂൽ. കൈയെടുക്ക് തൃശൂൽ. ത്രിവിക്രം, ത്രിവിക്രം, നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നെ? ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വീട്ടിലേക്ക് വരിക, എന്നെ വെറുതെ കളിപ്പിക്കുക, ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുക, ഇതൊക്കെ തൃശ്ശൂല് ചെയ്യുന്നതാ. ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നത് കണ്ടപ്പോ ഞാൻ തൃശ്ശൂലാണെന്നാ വിചാരിച്ചത്. പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കുമെന്നും തോന്നി. അവസാനം വന്ന് കണ്ണു പൊത്തിയപ്പോ ഉറപ്പായിട്ടും അത് തൃശ്ശൂര് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീയായിരുന്നു. നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ലല്ലോ. എപ്പോഴും ഭയങ്കര ഗൗരവത്തിലായിരിക്കുമല്ലോ. ഇങ്ങനൊക്കെ തൃശ്ശൂലേ ചെയ്യാറുള്ളൂ. നിനക്കിങ്ങനൊന്നും ചെയ്ത് പരിചയമില്ലല്ലോ. അല്ല, ഈ സമയത്ത് നീ എന്താ ഇവിടെ? അത് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പൊ തന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. തനിക്ക് ഉറക്കം വന്നില്ല അല്ലേ? കല്യാണം അടുത്ത് വരുന്നോണ്ടാണോ? അതും ഉണ്ട്. പിന്നെ തൃശ്ശൂൽ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ടെൻഷനില്ല. അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇവൻ എന്തിനു ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് തോന്നാറുണ്ട്. ഇപ്പൊ ഇല്ലാതിരിക്കുമ്പോ അവൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നാ. നിങ്ങളെല്ലാരെക്കാളും വളരെ ഡിഫറെന്റ് ആണല്ലേ അവൻ? അതെ. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാരും അവനെ കാണാത്തതുകൊണ്ട് വല്ലാത്ത വിഷമത്തിലായിരിക്കും അല്ലേ? അവനിപ്പോ എവിടെയാണോ എന്തോ. അവൻ ഫോൺ ചെയ്ത് സംസാരിച്ചല്ലോ. ഡാഡി അവനോട് സംസാരിച്ച് എന്നോട് പറഞ്ഞല്ലേ? അതെ അതെ, ഞാനത് മറന്നുപോയി. ശരിക്കും മറന്നുപോയതാണോ അതോ സംതിങ് എൽസ്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ത്രിവിക്രം, തൃശ്ശൂരിനെ കുറിച്ച് നിന്നോട് സംസാരിക്കാൻ എനിക്കിപ്പോ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അങ്കിളിന്റെ പരിശ്രമങ്ങളെല്ലാം വെറുതെ ആകും. അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പറയില്ല. ശരി ശിവാനി, താൻ പോയി റെസ്റ്റ് എടുക്ക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശിവാനി, ഞാൻ വന്ന് കണ്ണ് പൊത്തിയപ്പോ നിനക്ക് തൃശ്ശൂരിനെ ഓർമ്മ വന്നല്ലേ? നിനക്ക് ഞാൻ സർപ്രൈസ് തരാൻ പാടില്ലായിരുന്നു. തൃശ്ശൂരിനെ ഓർക്കാൻ ഞാനൊരു കാരണമായി മാറി. അല്ല, ശിവാനിയെ കാണുന്നില്ലല്ലോ. രാത്രി ഇവിടെ തന്നെയല്ലേ കിടന്നേ? ശിവാനി, 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 ഇവിടത് എവിടെ പോയി? എപ്പോഴും ഇതുപോലെ ചോദിക്കാതെയും പറയാതെ അങ്ങ് പോവും. എന്തൊരു അഹങ്കാരം നോക്കി. ശിവാനി, ഞാൻ എത്ര തന്നെ പ്രയത്നിച്ചിട്ടും ആദിശേഷന്റെ മനസ്സിൽ നിന്നും ശിവാനിയെ അകറ്റി നിർത്താനാവുന്നതേയില്ല. വീണ്ടും വീണ്ടും അവളുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എപ്പോഴും അവളെ മാത്രമേ ഓർക്കുന്നുള്ളൂ. ഞാൻ അവളുടെ രൂപത്തിൽ ഉണ്ടായിരുന്നിട്ടും ശിവാനിയോട് അടുക്കുന്നത് പോലെ എന്നോട് അടുക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അവരിരുവരും അത്രമേൽ സ്നേഹിക്കുന്നുണ്ടോ? അവര് രണ്ടുപേരുടെ ആത്മാക്കൾ അത്രമേൽ ഒന്നായിട്ടുണ്ടോ? അതെങ്ങനെ സാധിക്കും? അതെന്തെങ്കിലും ആവട്ടെ, ആദിശേഷന്റെ പ്രണയം എനിക്ക് മാത്രമായി ലഭിക്കണം. ശിവാനിയെ അവന്റെ മനസ്സിൽ നിന്നും ഞാൻ പറിച്ചു കളയും.
ഞാൻ എത്ര ദിവസം ഇനി ശിവാനിയുടെ രൂപത്തിൽ നടക്കും? തൃശൂലിനെ എന്റെ യഥാർത്ഥ രൂപം കാണിച്ചാൽ അവന് പഴയതെല്ലാം ഓർമ്മ വന്നിട്ട് എന്റെ പ്രണയം ചിലപ്പോൾ സമ്മതിച്ചേക്കാം. തൃശൂലിന് എന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്താലോ? ശിവാനി, ശിവാനി, അല്ല ഇതാരാ? എന്തായാലും ശിവാനി അല്ലത്. ശിവാനി പറഞ്ഞത് ഈ ദ്വീപില് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെന്നാണല്ലോ. അപ്പൊ ഇതാരാണെന്ന് ഒരു പിടിയില്ല. ആരാണോ ഇത്? എല്ലാരും എത്തിയോ? എങ്കിൽ പിന്നെ പൂജ തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോളൂ. ആ, നിർത്ത്. എന്താ ദമയന്തി, പൂജ എന്തിനാ നിർത്താൻ പറഞ്ഞത്? പിന്നല്ലാതെ ഈ പൂജ തുടങ്ങുന്നതിന് മുമ്പായി തൃശ്ശൂര് വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവൻ വരാതെ പൂജ നടത്താൻ എനിക്ക് ഇഷ്ടമല്ല. അവനിങ്ങോട്ട് വന്നോളും. മുതലാളി, അവൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാത്തു നിന്നാലോ? അവനില്ലാതെ ഈ പൂജകളൊന്നും ചെയ്യാനായിട്ട് ആർക്കും ഇഷ്ടമല്ല. ദിഗ്വിജയ, ഇത്ര നേരം കാത്തിരുന്നില്ലേ? കുറച്ചു നേരം കൂടെ കാത്തിരിക്കാം. ഡാഡ്, അവനെ ഫോൺ വിളിച്ചിട്ട് ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കേ. അല്ല, മുതലാളി തന്നെയല്ലേ പറഞ്ഞത് തൃശ്ശൂർ വരുമെന്ന്? അതെ, ഞാനവൻ വരുന്നില്ലെന്നല്ലോ പറഞ്ഞത്. അവനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ പൂജ നടത്തിയാ പോരെന്നാ ഞാൻ ചോദിച്ചത്. അതെ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മുഹൂർത്തം കഴിഞ്ഞു പോകും. അതോ തിരുമേനി പറയുന്നത് എന്താണെന്ന് നീയും കേട്ടല്ലോ. മുഹൂർത്തം തെറ്റിക്കുന്ന അത്ര നല്ലതല്ല. ഈ മുഹൂർത്തത്തിലല്ലെങ്കിൽ മറ്റൊരു മുഹൂർത്തത്തിൽ നമുക്ക് ചെയ്യാം. ആദ്യം തൃശ്ശൂർ ഇങ്ങ് എത്തിക്കോട്ടെ. നമ്മുടെ സന്തോഷത്തില് അവനും കൂടെ ഉണ്ടാവേണ്ടതല്ലേ? അതെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുന്നേ. എവിടെയാ അവനുള്ളത്? എപ്പോഴാ അവൻ ഇങ്ങോട്ട് വരുന്നത്? ദമയന്തി, അവൻ ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അവൻ വരുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. എന്ന് വെച്ച് നമ്മൾ ഈ ചടങ്ങുകളൊക്കെ നടത്താതിരുന്നാല് ക്ഷണിച്ചു വരുത്തിയ അതിഥികൾ എന്ത് വിചാരിക്കും? ഹലോ തൃശൂൽ, എവിടെയാടാ നീ? എല്ലാവരും ഇവിടെ പൂജയ്ക്കായി നിന്നെ കാത്തു നിൽക്കുക. അങ്ങനെയാണോ? ഓ, വരുന്നുണ്ടല്ലേ? ശരി ശരി ശരി, ഓക്കെ. എന്താ പൂജ നടക്കട്ടെ എന്നോ? അപ്പോഴേക്കും ഞാൻ എത്തിക്കോളാന്നോ? എടാ, എല്ലാവരും നിന്നെ കാത്തു നിൽക്കുക ഇവിടെ. ശരി മോനെ. അതെ, ഫോൺ വെക്കല്ലേ, ഞാൻ അവനോടൊന്ന് സംസാരിച്ചോട്ടെ. അവൻ കട്ട് ചെയ്തു ദമയന്തി. അവൻ പുറപ്പെട്ടിട്ടുണ്ട്. പൂജ കഴിയുമ്പോഴേക്ക് ഇങ്ങെത്തുമെന്നാ പറഞ്ഞത്. അല്ല മുതലാളി, ഇനി എന്താ മധുമതി നിന്റെ പ്രശ്നം? തൃശ്ശൂര് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവനും സങ്കടമാവില്ലേ? ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കൊച്ചമ്മേ, നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പൂജ തുടങ്ങാൻ ഇനിയും വൈകും. അതെന്തായാലും വേണ്ട. നമുക്ക് വേഗം പൂജ ആരംഭിക്കാം. ആയിക്കോട്ടെ, അവൻ എന്തായാലും ഇങ്ങ് വരുമല്ലോ.
തുടങ്ങിക്കോ. ഓം ആഗമാർത്ഥം ദേവാനാം ഗമനാർത്ഥം